അപ്പോളെ എന്താണ് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ശ്രീയെ നമ്മളിപ്പോ എവിടേക്കാ പോണ പറ? നമ്മളിപ്പോ കൊട്ടിയൂര്. ഞങ്ങൾ എല്ലാവരും ചന്തം പോലെ കൊട്ടിയൂർക്കുള്ള യാത്രയാണ്. അപ്പൊ ഇനി കൊട്ടിയൂരത്തെ കാഴ്ചകള് ചന്തം പോലെ കാട്ടിത്തരാ അല്ലേ? എങ്ങനെ? ചന്തം പോലെ. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലേക്കാണ് ഞങ്ങളുടെ ഈ യാത്ര. ഭക്തിയോടൊപ്പം കുടുംബങ്ങളുടെ ആഘോഷവും കൂട്ടിച്ചേർത്തൊരു യാത്ര. 27 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവമാണ് കൊട്ടിയൂരിലെ പ്രധാന ഉത്സവം. വയനാടൻ ചുരമിറങ്ങി വരുന്ന ബാവലിപ്പുഴയിൽ ഒരു കുളിയും കഴിഞ്ഞ് കല്ലുരച്ച് കുറിയും തൊട്ട് കാടിനുള്ളിലൂടെ ഒരു യാത്ര. കൂട്ടിന് കോടമഞ്ഞും ചെറു ചാറ്റൽ മഴയും. തിരുവഞ്ചിറപ്പുഴയ്ക്ക് നടുവിലായി സ്വയംഭൂവായ കൊട്ടിയൂരപ്പന്റെ മണിത്തറയും സതീദേവിയുടെ അമ്മാറക്കല്ലും. ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്കും കിട്ടി ഒരു സുഖദർശനം. കണ്ണൂർ ജില്ലയുടെയും വയനാട് ജില്ലയുടെയും അതിർത്തി ഗ്രാമമായ കൊട്ടിയൂരിലെ ഈ വൈശാഖ മഹോത്സവത്തിന്റെ കാഴ്ചകൾ വർണ്ണനാതീതമാണ്. ഭഗവാൻ പരമശിവനെ അപമാനിക്കുവാനായി സതീദേവിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് ഐതിഹ്യപ്രകാരം പറയുന്നത്. രാപ്പകൽ ഒരുപോലെ വിറകരിയുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തിരുവടുപ്പുകളിൽ നിന്നും ചാരം നിത്യവും ശിവഭൂതങ്ങൾ നീക്കം ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. കാഴ്ചകൾക്കൊപ്പം ഇത്തരം ഐതിഹ്യ കഥകളും കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തെ വ്യത്യസ്തമാക്കുന്നു. ദക്ഷയാഗം നടത്തിയ ഭൃഗമുനിയുടെ താടി എന്നറിയപ്പെടുന്ന ഓടപ്പൂവും വാങ്ങി പാലക്കാട്ടേക്ക് തന്നെ തിരിച്ചു സുന്ദരിയായ ബാവലിയോട് ഒരു യാത്രയും പറഞ്ഞ്